ഞാൻ ജയലളിതയുടെയും MGRൻ്റെയും മകള്. അതായത് അച്ഛൻ്റെ സർവൻ്റ് മാധവൻ എന്ന ആളെ 2 മാസം പ്രായമുള്ളപ്പോൾ കേരളത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. 18 വയസ്സിലാണ് എൻ്റെ അമ്മ എന്നെ DNA ടെസ്റ്റ് നടത്തിയിട്ടാണ് എന്നെ തിരിച്ചറിഞ്ഞത് ഞാൻ മകളാണെന്നുള്ളത്. അമ്മ പറഞ്ഞ പ്രകാരം 2016 സെപ്റ്റംബർ 22-ാം തീയതി ഞാൻ കാലത്ത് പോയസ് ഗാർഡനിലെത്തുമ്പോൾ അമ്മ സെയർ കേഴ്സിൻ്റെ താഴെ വീണ് കിടക്കണ മരിച്ച മാതിരിയാണ് കിടക്കുന്നുണ്ടായിരുന്നു. കാലുകൊണ്ട് ശശികല ആൻറ്റി അമ്മേരെ മുഖത്തിട്ട് ചവിട്ടണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മയ്ക്ക് അനക്കമൊന്നുമില്ലായിരുന്നു. ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വീപ്പർ വന്നിട്ട് എൻ്റെ വായ പൊത്തി പുറത്തേക്ക് കൊണ്ടുപോയി. എനിക്കിത് പറയാൻ പേടിയായിരുന്നു. 9 വർഷമായി. ഞാൻ 9 വർഷത്തോളം ഞാൻ ടെൻഷനും കയറി, ഉറക്കമില്ല, എനിക്കൊന്നും ചെയ്യാനും കഴിയണില്ല. എൻ്റെ അമ്മ മരിച്ചിട്ട് ആരും അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണമില്ല. അങ്ങനെ ഞാനിവിടെ ഡൽഹിയിൽ വന്ന് HRDSൻ്റെ സ്വാമിജീനെ പരിപാടികൾ ഞാൻ TV-യിൽ കാണാറുണ്ട്. എന്നെ സ്വാമിജീനെ കാണാനായിട്ട് വന്നു. അവിടെ വന്നപ്പോൾ സ്വാമിജീനെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അവിടെ HRDSൻ്റെ സെക്രട്ടറിയായ അജികൃഷ്ണ സാറിനെയാണ് കണ്ടത്. ഞാൻ എല്ലാ കാര്യങ്ങളും ആളോട് തുറന്നു പറഞ്ഞു. അപ്പോൾ ആളെനിക്ക് എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല, ഇതെന്തിനിങ്ങനെ മൂടി വയ്ക്കണം, നിങ്ങൾക്കൊരു മകളല്ലേ, നിങ്ങളുടെ അമ്മയ്ക്ക് നീതി മേടിച്ച് കൊടുക്കണം. അങ്ങനെ ആളെനിക്കൊരു മോട്ടിവേഷൻ തന്നു. അതാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്.